ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളെ വീടിൻ്റെ മുകളിൽ റബ്ബർ തോട്ടത്തിലിട്ടോ ഇന്നൊരു വെറൈറ്റി ചെടി കണ്ടിട്ടോ. ആ ചെടി കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയായി ഈ ചെടി. അപ്പോൾ എനിക്ക് ഈ ചെടി ഒന്ന് പറിച്ചിട്ട്, ചെടിയാണോ അതെന്താണെന്നറിയാം, ഒരു കാട്ടുചേമ്പാണിട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് നല്ലൊരു വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ചട്ടിയിലേക്ക് നട്ട് നോക്കിയാലോ എന്നുള്ളത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ തീറ്റ 2-3 തൈ ഇങ്ങോട്ട് പറിച്ചിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഇതിങ്ങനെ 2-3 ദിവസമായി ഇങ്ങനെ കാണും കേട്ടോ. അവിടെ എങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഇത് നോക്കി ഇങ്ങനത്തെ ഇതിനെന്താണിത്, ചെടിയാണോ എന്താ ചേമ്പാണോ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് നിറയെ അവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാനെന്ന് വിചാരിച്ചെന്താണ്, നമ്മുടെ കയ്യിൽ ചെറിയ കുഞ്ഞി ചട്ടിൻ്റെ ചെടിച്ചട്ടി. അപ്പോൾ അതിലേക്കൊന്ന് നട്ട് നോക്കിയാൽ ഉണ്ടാവുമല്ലേ, ഉണ്ടാവാൻ മതി. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വെറൈറ്റി ആക്കി എടുക്കലാണല്ലോ നമ്മളൊക്കെ എല്ലാ സംഗതി ചെയ്യല്. അപ്പോൾ എന്നാണ് നല്ലൊരു മഴയാട്ടോ. അപ്പം നമുക്കിതൊന്ന് നമ്മളെ ചട്ടിയിലേക്കൊന്ന് നട്ട് പിടിപ്പിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയില്ലേ, നല്ല ഭംഗി. ഇതുപോലെയൊക്കെ തന്നെ ആയിട്ടോ നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലം പ്രദേശത്തും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായി കാട്ടിലൊക്കെ ഉണ്ടായി വരുന്നതായിരിക്കും. പിന്നെ നമ്മളെ നാട്ടിലെത്തുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച് ചട്ടിയിലും അങ്ങനെ അലങ്കാര ചെടികളൊക്കെ ആക്കി പിടിപ്പിക്കുമ്പോൾ ഉണ്ടാവും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ സാധാ മണ്ണ് തന്നെ കേട്ടോ ഇടുന്നത്. ഇപ്പോൾ അത് അവിടെ ഉണ്ടായത് ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അത് കാട്ടിലൊക്കെ ഉണ്ടായി വളരുകയാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സ് മണ്ണൊന്നും കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കൊത്തി കൊണ്ടുവന്നായി. അതുകൊണ്ടാണ് കേട്ടോ അതിൽ മണ്ണിൽ കല്ലൊക്കെ ഉള്ളത്. അതൊന്ന് കല്ല് ഞങ്ങൾ മാറ്റാനൊന്നുമില്ല കേട്ടോ. എനിക്കിതിപ്പോൾ 2-3 ദിവസമായി ഈ ചെടി ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണുന്നു ഞാൻ. അപ്പോൾ കണ്ടപ്പോൾ അന്നേരം തന്നെ ഞാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും നമുക്കൊന്ന് നട്ട് നോക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ അന്നേരം പിന്നെ ചെടിച്ചട്ടി ഇല്ലേണ് കേട്ടോ. നമുക്കിന്നെ ഇപ്പോൾ ഒരു 3 ചട്ടിയാണ് നമ്മൾ ഇതിന് മുന്നേ നട്ട് പിടിപ്പിച്ചിൻ്റെ ചെടികൾ, 10 മണിമുല്ല ചെടികൾ ഇതിന് നട്ട് പിടിപ്പിച്ചിന്. അതൊക്കെ ഒഴിവാക്കി വേറെ മാറ്റി നട്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന സമയത്തുണ്ടാവില്ല 2-3 ചട്ടികളൊക്കെ ബാലൻസ് വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിന്ന് ഞാൻ ഇതെടുത്തിട്ട് ഇതൊന്ന് അതിലേക്ക് നട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഞാൻ ദീമന്ന് പിന്നെ ഒരു 2-3 കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ചായിട്ട് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇതുണ്ടായി വരികയാണെങ്കിൽ അതുപോലെ എത്ര വലിയൊരു ഇല ആവണ്ടെന്നാണ്. അപ്പോൾ അത് ചെറിയ തൈയൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ. ഇത് വലിയൊരു ചട്ടിയിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ചെടിച്ചട്ടി വലിയൊരു മണ്ണിൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് നട്ട് നോക്കട്ടെ. നട്ടിട്ട് നല്ല ഉഷാറിലൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത് വലിയൊരു ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിലേക്ക് ഭംഗിയായിട്ട് നമുക്ക് നട്ട് നോക്കണം ഉഷാറായി വരുമല്ലേ എന്നുള്ളത്. ഇതുപോലെ നിങ്ങളൊക്കെ കാട്ടിലൊക്കെ ഇങ്ങനത്തെ ഈ ചെടിയൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതെനിക്കിങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇതാ ഒന്നുകൂടെ ഉണ്ട്, അതുകൂടി ഞാനിതുപോലെ നട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭംഗിയുള്ളൊരു ചെടിയില്ലേ, ഇതുപോലെയൊക്കെ അതുപോലെ കാട്ടിലൊക്കെ പല ചെടികളും ഉണ്ടാവും കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് ഈ റബ്ബർ തോട്ടം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഓരോ ചെടികളും ഒക്കെ ഇങ്ങനെ കാണട്ടോ. ചെടിയും അതുപോലെ പണ്ടൊക്കെ നമ്മൾ മായ്ക്കാൻ പൊട്ടിന്ന് അറിയട്ടോ, നമ്മൾ സ്ലേറ്റൊക്കെ മായ്ക്കാൻ ഉപയോഗിക്കണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ അങ്ങനെ കയറി പോയേക്കപ്പോഴാണ് കേട്ടോ അങ്ങനത്തെ അവിടെ കാണുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. അപ്പോൾ ഇത് ഞാനിങ്ങനെ 2-3 ദിവസമായി ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനെ കണ്ട നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇപ്പോൾ ഞാൻ ചട്ടിയൊക്കെ മണ്ണ് നിറച്ച് ഇതുപോലെ നട്ട് പിടിപ്പിച്ചു. ഇത് നട്ട് പിടിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ഭംഗി ഇതിൻ്റെത്. അപ്പം ഞാൻ കുറച്ചുകൂടി മണ്ണ് കുറവുണ്ട് വിചാരിച്ച് കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ചെടിയൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ കണ്ടവരുണ്ടെങ്കിൽ ഇത് ചെടിയാണോ ചേമ്പാണോ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. നമുക്കിത് എന്താണെന്നുള്ളത് അറിയില്ല, നമ്മളിതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലേ, എന്ത് ഭംഗിയിലത്. പിന്നെ ഇതിൽ ഞാൻ പറിച്ച സമയത്ത് ഇതിൻ്റെ അടിയിൽ കേങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും കേങ്ങൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ, നമ്മൾ ചേമ്പൊക്കെ പറിക്കുകയാണെങ്കിൽ ചേമ്പിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ചേമ്പൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പറിച്ചിങ്ങൾ കൊണ്ടുവന്നത് ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് നട്ട് പിടിപ്പിച്ചും ചെയ്ത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കയ്യിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു ഭംഗി, നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് മാറ്റി വെക്കാൻ പറ്റിയതാണ്. ഇനി ഉണ്ടായി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അതുകൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ കുറേയൊക്കെ നമ്മൾ ചെടികൾ ഈ സൈഡിൽ നിന്നൊക്കെ ഒഴിവാക്കി ഒക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയത്. തന്നെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അതൊക്കെ ഒന്ന്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഒക്കെ ഇപ്പോൾ നല്ലൊരു മഴയാണ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ഒരു ചെടി കണ്ടില്ലേ, ഈ ചെടീൻ്റെതും ഇതുപോലെ എനിക്കിങ്ങനെ കാട്ടുന്ന കിട്ടിയതാണ് കേട്ടോ.
അപ്പോൾ ഇത് കാട്ടിൽ നിന്ന് കിട്ടി. ഞാൻ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇത് പിന്നെ ഓരോരുത്തർ കണ്ടപ്പോൾ പറഞ്ഞു ഇത് നല്ലൊരു ചെടിയാണെന്നുള്ളത്. അത് നല്ല ഉഷാറിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എവിടെ ഇങ്ങനെ പോയി വരുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ചെടികളോ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ല ഭംഗി തോന്നുന്നതൊക്കെ ഞാൻ അങ്ങനെ പറിച്ച് കൊണ്ടുവരും കേട്ടോ. ഇത് അങ്ങനെ കിട്ടിയ ചെടിയാണ്, അതോട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ ആക്കി നോക്കണം, നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കാണും ചെയ്യാമല്ലോ, നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇതൊരു നല്ലൊരു ഭംഗി ഉണ്ടെങ്കിൽ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് ഞാൻ നമ്മളെ സിറ്റ് ഔട്ടിലേക്കൊക്കെ മാറ്റി വെക്കുകയും ചെയ്യാമല്ലോ. ഇനി ഇതിന്മേൽ എന്തെങ്കിലും പൂവ് ഉണ്ടാവുമോ, നമുക്ക് ചേമ്പുമ്മലൊക്കെ സാധാരണ ഒരു പൂവൊക്കെ വരുമല്ലോ, അതുപോലെ ഉണ്ടാവുമല്ലോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് എവിടെ മാറ്റി വെക്കേണ്ടി എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ റാഹത്താണ് കേട്ടോ. ഇപ്പം ഇനി നമുക്ക് റബീഉൽ അവ്വൽ നാളെ നബിദിനാണ്, നമ്മളെ അതിലേക്കുള്ള മുന്നൊരുക്കത്തിലാട്ടോ. മക്കൾ ഒക്കെ എല്ലാ സന്തോഷത്തിലാണ്. നബിദിനം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, മക്കളൊക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നമ്മൾ ഈ ചെടിയൊന്ന് നോക്കിയാണെങ്കിൽ എന്ത് ഭംഗി, ഒരു നല്ലൊരു ഭംഗിയിട്ട് ഇങ്ങനെ കാണാൻ തന്നെ. ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ എന്തായാലും നിങ്ങൾ അറിയിക്കണം കേട്ടോ ഇതെന്താണെന്നുള്ളത്. അവരെ ചെടി ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടി. നിങ്ങൾ എന്താണ് കമൻറ്റ് ഇടാൻ ഭയങ്കര ഒരു മടി എല്ലാവർക്കും. ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കമൻറ്റ് ഇടാൻ എല്ലാവർക്കും മടി. ഇങ്ങനെ കണ്ടു പോകാമെന്നല്ലാതെ ആ കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ ലൈക്ക് ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്കതൊക്കെ ഒരു ഇതാണല്ലോ, നല്ലൊരു ഭംഗിയായിട്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ മുൻവശത്ത് ഇവിടെ തന്നെ ഇങ്ങോട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ വെച്ച് കഴിയുമ്പോൾ എനിക്ക് എന്താണ് കുറച്ചുകൂടി മുന്നേ തന്നെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നവിടെ തന്നെ ആയപ്പോൾ ഞാൻ ഇവിടെ വേണ്ട, അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മളെ ചെടീൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിങ്ങോട്ട് വെച്ചപ്പോൾ നല്ലൊരു ഭംഗി. അപ്പോൾ മറ്റേ ചെടിയുടെ ഞാൻ തന്നെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരാളിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ചെടി ഒന്നായിട്ട് കൂട്ടി വെച്ചപ്പോഴാണ് ഒന്നുകൂടി ഭംഗി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടെന്ന് അപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് അതും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമുക്കിന്നെ ക്ലീനിങ് ആയതുകൊണ്ട് മൊത്തം ഒന്ന് ക്ലീനിങ് ചെയ്യാണ്ട്, നമ്മൾ ആദ്യം ചെടി വെച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീനിങ് ചെയ്യുക. ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇനി അവിടെ വേറെ പിന്നെയും ചെടികൾ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ നട്ട് പിടിപ്പിക്കും വേണം കേട്ടോ. മഴ ആയാലും നമുക്ക് എന്താണ് ചെടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നട്ട് പിടിപ്പിച്ചാലാണ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള ചെടികൾ ഉണ്ടാവും ചെയ്യുള്ളൂ. നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സെയിൽ ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് നമ്മളെ ചേമ്പ് ചെടി അതും റെഡിയായി കേട്ടോ. നല്ലൊരു ഭംഗിയിലേക്ക് കാണാൻ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. നമുക്കിനി ഇത് ഉണ്ടാവും എങ്ങനെയാണെന്ന് ആക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 10-15 ചട്ടിയിലേക്ക് ഒരുപാട് ചെടികൾ ഇങ്ങനെ അതുപോലെ തന്നെ ആ ചേമ്പ് ചെടി തന്നെ നട്ട് നോക്കണം കേട്ടോ. നല്ല ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കണം. ഒരു സ്ഥലം തന്നെ നമുക്ക് ഈ ചേമ്പ് ചെടി നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കേ.